ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജറ ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് പൊറോട്ട ചിക്കൻ സാൻഡ്വിച്ചുമായിട്ടാണ്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ ഈ ബോൺലെസ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് കുരുമുളക് പൗഡറും. കുരുമുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ അത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതൊന്ന് ചിക്കന് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓവർ കുക്കാവണ്ട. ഞാനതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സബോളയും ചെറുതായി എരിഞ്ഞ സബോളയും ചെറുതായി എരിഞ്ഞൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു ചെറിയ തക്കാളി, അതുപോലെ ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റും 1 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് ഓവറായിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ടുണ്ടാവും. ഇതിലൊരുപാട് ഓയിൽ ഉണ്ട്. നമുക്കിതിന്ന് ഈ ഓയിലൊന്ന് നമുക്ക് മാറ്റിക്കളയാം. സാൻഡ്വിച്ച് ആയതുകൊണ്ട് നമുക്കിതിൽ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഞാനിതിൽ നിന്ന് ഓയിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സബോളയും തക്കാളിയും ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു വെളുത്തുള്ളിയുടെ ഒരല്ലി ഞാനിതിൽ ചെറുതായി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇനി ലേശം വേണമെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതിൽ ആ ഈർപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മയോനൈസ് നമ്മളിത് ചേർത്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ നമ്മളുടെ സംഭവം. മയോനൈസ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മയോനൈസ് ചേർത്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസോ കുക്കമ്പറോ എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയില ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയിലോ ചപ്പാത്തിയിലോ എന്തിൽ വെച്ചിട്ടാണെങ്കിലും ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്കിതൊന്ന് വെച്ച് റോൾ ചെയ്തെടുക്കാം. ഇതിൽ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ലെറ്റ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം, കുക്കമ്പർ ഇതെല്ലാം ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.